ഈ 2022 ഒരു മിന്നൽ ഹർത്താൽ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ മലയാളികളെ ആശങ്കപ്പെടുത്തിയ ഹർത്താലായിരുന്നു. ആ ഹർത്താലിന് പിന്നാലെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അത് നമ്മുടെ സർക്കാർ നടപ്പിലാക്കുമോ? തീർച്ചയായും നടപ്പാക്കിയേ പറ്റുമല്ലോ. കോടതിയുടെ വിധി നടപ്പാക്കേണ്ടതാണല്ലോ. നടപ്പാക്കേണ്ട വിധിയാണ്. വിധി നടപ്പാക്കിയേ പറ്റൂ. കോടതി അല്ലെങ്കിൽ സർക്കാർ രാജിവെച്ച് പോവുക എന്നുള്ളത് രണ്ടേ ഉള്ളൂ ഓപ്ഷൻ. സർക്കാർ ഈ പറഞ്ഞതുപോലെ നേരത്തെ തൊട്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു അവധാനത കാണിക്കുന്നുണ്ട്. അവധാനത ഇല്ല. അപ്പോൾ വളരെ സ്ലോയിൽ പോവുക, പതുക്കെ ചെയ്യുക എന്നുള്ളൊരു രീതിയാണ്. ആ രീതി അവർ അവലംബിക്കുന്നുണ്ട്. കോടതി നേരത്തെ ശാസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനും ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടാനും നേരത്തെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ വളരെ മെല്ലപ്പോക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനും വാൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൊത്തം ഉണ്ടായിട്ടുള്ള നാശനഷ്ടമെന്ന് പറയുന്ന അസസ് ചെയ്തിട്ടുണ്ട്. 3.94 കോടി, ലക്ഷമല്ല കോടി രൂപയാണ്. അപ്പോൾ ഓരോ സമരത്തിലും വെറുതെ ബസ്സിനും മറ്റും കല്ലെറിഞ്ഞുകൊണ്ടും പൊതു സ്വത്തുക്കൾ നശിപ്പിച്ചുകൊണ്ടും ഓരോ പാർട്ടികളും ചെയ്യുന്ന ഇതുപോലുള്ള പൊതുമുതൽ നശിപ്പിക്കലാണ്. സ്വന്തം വീട്ടിലിങ്ങനെ ചെയ്യില്ലല്ലോ. സ്വന്തം വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ സഹിക്കുമോ? അപ്പോൾ അതുപോലെ കല്ലിനുമേൽ കല്ലായിട്ടും പണത്തിന്മേൽ പണമായിട്ടും സംഭരിച്ചും സമ്പാദിച്ചും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണിത്. ഈ പ്രവർത്തനങ്ങളെ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സ്വത്താണ് നശിപ്പിക്കപ്പെടുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. സർക്കാർ തന്നെ നമ്മൾ പാവപ്പെട്ട ആൾക്കാരുടെ നികുതി പണം കൊണ്ട് ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ കോടതി പറയുന്ന ഹർത്താലുകളോ മറ്റു സമരങ്ങളോ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നോട്ടീസ് നൽകുക, അല്ലേ? നേരത്തെ പ്രഖ്യാപിക്കണമെന്നാണ്. പക്ഷേ ഇതൊരു പ്രഖ്യാപനവും ഇല്ലാതെ വാട്സപ്പിലൂടെ അങ്ങ് ഒരു ഹർത്താൽ, വാട്സപ്പിലൂടെ മൊബൈലിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നടപ്പാക്കിയ ആദ്യത്തെ ഒരു ബന്ദ് അല്ലെങ്കിൽ ഹർത്താൽ എന്നുള്ള ഒരു പേര് ഇതിനുണ്ട്. ആദ്യമായിട്ട് ചരിത്രത്തിൽ ഉണ്ടാക്കിപ്പെട്ടത്. അപ്പോൾ ഇത് മൊബൈലിൽ കൂടെ ആയതുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർ കട നടത്തുന്നവരും ഒക്കെ മാർക്കറ്റിലുള്ളവരും ഒക്കെ വിചാരിച്ച് ഇത് വലിയ വിജയമാകാനൊന്നും പോകുന്നില്ല. പത്രത്തിൽ പോലും വന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വിജയമാകാൻ പോയില്ലെന്ന് വിചാരിച്ച സ്ഥലത്ത് ഇതറിയാത്ത സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവർമാരെല്ലാം ഉണ്ട്. റോഡിൽ ഇറങ്ങിയപ്പോഴാണ് ഹർത്താലാണ് അറിഞ്ഞെന്ന് മാത്രമല്ല, അവർ ഓടിച്ചിട്ട് അവരെ അടിച്ചു മർദ്ദിച്ചു. തുറന്ന കടകൾ, കോട്ടയത്ത് എനിക്കറിയാം ഉദാഹരണം, തുറന്ന കടകൾ മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ അടിച്ചു പൊട്ടിച്ചു. അപ്പോൾ ആ സ്വത്ത് ഇതിനകത്ത് വരുന്നില്ല. ഇത് പൊതുമുതൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പേരുടെ അവരുടെ ജീവിത സമ്പാദ്യങ്ങൾ നശിപ്പിച്ചു അതിക്രൂരമായിട്ട്. അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിലും പല മടങ്ങ് കോടികൾ വരും. അത്ര വളരെ വൃത്തികെട്ട ഒരു ബന്ദ് ഹർത്താലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യന് അസൗകര്യം ഉണ്ടാക്കുന്നു. വിവാഹത്തിന് പോകാൻ, യാത്ര പോകാൻ, ആശുപത്രിയിൽ പോകാൻ ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. തടസ്സങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് പറയുന്നു. പത്രങ്ങൾ പോകുമ്പോൾ പോലും തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ആശുപത്രിയിൽ പോകുന്നവരെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണത്തിന് പോകുന്നവർക്ക് തടസ്സം വരുത്തില്ല എന്ന് വാഗ്ദാനം കൊടുക്കും. പക്ഷേ പോയി കഴിഞ്ഞാൽ വഴിയിൽ അടികൊള്ളേണ്ടി വരും. അത്ര ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യക്കാരെങ്ങനെ ഭീതിയിൽ കഴിഞ്ഞിരുന്നോ അതുപോലൊരു പേടിയുടെ രീതിയിലാണ് ഈ ബന്ധുകളും ഹർത്താലുകളും നടത്തുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത്. അവർക്ക് വലിയ വിയർപ്പുമുട്ടും ഭയവുമാണ്. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാൻ. ആ ഡിഗ്നിറ്റിയും സ്വാതന്ത്ര്യവും ഇല്ലാതാക്കുന്നതാണ് ഓരോരുത്തരുടെ താല്പര്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ബന്ധുക്കൾ. അന്ന് ഈ ഹർത്താലിന് പിന്നാലെ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പറഞ്ഞത് ഈ ഹർത്താലിലൂടെ ഈ പ്രതികൾ, അറിയാലോ, പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നിരോധിച്ചു, അവിടെ ഈ വർഗീയ നീക്കങ്ങൾ കൊണ്ടാണ് നിരോധിച്ചത്. അന്ന് ഇവർ ലക്ഷ്യമിട്ടത് ഒരു വർഗീയ കലാപമായിരുന്നല്ലോ. അതെ, കലാപം തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. കലാപവും പൊതുമുതൽ നശിപ്പിക്കുക, ഇന്ത്യയെ ബ്ലീഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപം. കാണുന്നതിനെല്ലാം കല്ലെടുത്തെറിയുക, അതുപോലെ നശിപ്പിച്ച് കളയുക, കത്തിച്ച് കളയുക, പേടിപ്പെടുത്തുക, ഒരു ഭീഷണിയുടെ അന്തരീക്ഷം, ഒരുതരം അരാജകത്വം, അതുപോലെ തന്നെ ഒരു തരം കലാപ അന്തരീക്ഷം, രാജ്യത്ത് കലാപത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യമിടുന്നത്. കാരണം എന്താ? അവരുടെ അജണ്ടയിലുള്ള ഒരു ഏകമത ഭരണം വരുന്നില്ല. അതല്ലാതെ വരുന്ന ഒരു ഭരണത്തെയും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ ഏകമത ഭരണം വരുമ്പോൾ മാത്രമേ ഈ സമാധാനം ശാശ്വതമായിട്ട് ഈ രാജ്യത്ത് വരികയുള്ളൂ എന്നുള്ളൊരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനമോ ലക്ഷ്യം. മറിച്ച് ഒരു ഏകമത ഭരണം, അതിലൂടെ ഈ രാജ്യത്തിൻ്റെ അധികാരം കൈക്കലാക്കൽ, തോക്കിൻ കുഴലിലൂടെ ഈ അധികാരം കൈക്കലാക്കുന്നത് പോലെ തന്നെ അക്രമത്തിലൂടെ, അരാജകത്വത്തിലൂടെ, ഭയപ്പെടുത്തലിലൂടെ, കീഴ്പ്പെടുത്തലിലൂടെ അങ്ങനെ ഒരു
ഫാഷിസ്റ്റായിട്ടുള്ള അതുപോലെ നാസിസ്റ്റായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അധികാരം സ്വന്തം കൈകളിലേക്ക് എടുക്കാൻ ഉള്ള ഹീനമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരം അതിനൊരു നഷ്ടപരിഹാരവും ആവുന്നില്ല. പക്ഷേ 3.94 കോടി കണ്ടെത്തണമെന്ന് കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇതിന് പല തടസ്സവാദങ്ങളും കേരള ഗവൺമെൻറ് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പള്ളികളുടെ എല്ലാം തുറന്ന് യാക്കോബ സഭയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. അത് നടപ്പാക്കിയിട്ടില്ല ഇതുവരെ. അതുപോലെ ഇതും നടപ്പാക്കാതിരിക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് PFൻ്റെ സ്വത്തുകളെല്ലാം കണ്ടുകെത്തണമെന്ന്. പക്ഷേ ആ കണ്ടുകെട്ടൽ ഒരിക്കലും നടന്നിട്ടില്ല. PF ഇപ്പോൾ ഇല്ലെങ്കിലും PFനെ മറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെ കൃത്യമായി അവരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക, അവരുടെ പണങ്ങൾ കണ്ടുകെട്ടുക, അവർ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ വലിയ രീതിയിൽ മുന്നേറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് മുഖ്യമന്ത്രി തന്നെ പറയുന്ന കാര്യം ചിലപ്പോൾ അത് ന്യൂനപക്ഷങ്ങളെ ബാധിക്കുമോ എന്ന് കരുതിയ പാർട്ടിക്ക് തന്നെ ഒരു ഭയമുണ്ടല്ലോ. അല്ല, മുഖ്യമന്ത്രി അന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തിരുന്നു, മെല്ലെ പോയാൽ മതി, ധൃതി പിടിച്ചൊന്നും നിങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവരെ വെറുപ്പിക്കണ്ട, സുഖിപ്പിച്ചങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശമാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നൽകുക. അത് പ്രീണനം, അവരുടെ പ്രീണനത്തിൻ്റെ ഭാഗം. ഇനി ആർക്കെങ്കിലും വേദനിച്ചെങ്കിലോ, ഈ വേദനിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളെ വേദനിപ്പിക്കുക, നിങ്ങളുടെ സനാതനധർമ്മം കുഷ്ഠമാണ് എന്നും പറഞ്ഞ് വേദനിപ്പിക്കാം, നിങ്ങളുടെ ഗണപതി മിത്താണ് എന്നും പറഞ്ഞൊക്കെ നിങ്ങൾക്ക് വേദനിപ്പിക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ, വിവാഹം നടത്തുക, അയ്യപ്പൻ്റെ വിവാഹം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ നിങ്ങൾ വിഷമിപ്പിച്ചോളൂ. പക്ഷെ മറ്റു സമുദായങ്ങളെ ഒന്നും, പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷത്തെ ഇപ്പോൾ നോക്കൂ. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ അവർ 4ാമത്തെ 5ാമത്തെ പ്രസവം നടത്തുമ്പോൾ ആ സ്ത്രീ അവിടെ ബ്ലീഡ് ചെയ്ത് മരിച്ചു. ഒരു കാരണവശാലും ആശുപത്രി പോകരുതെന്ന് കർശനമായിട്ടുള്ള താക്കീത് നൽകി. അത് അന്ധവിശ്വാസമാണെന്നോ മിത്താണെന്നോ പറയാൻ ഒറ്റയാളുണ്ടോ? ആ പേര് പോലും എടുത്ത് പറയാതെ ചില പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതുന്ന പേടിയാണ് അത്രയ്ക്ക്. അപ്പോൾ ആ അന്ധവിശ്വാസം എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലല്ലേ അതിന് പരിഹാരം ഉണ്ടാവും. അതുപോലും പറയാൻ പേടിയാണ്. സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു മതപ്രഭാഷകനാണ്. ആ മതപ്രഭാഷകനാണ് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഭാര്യയുടെ മരണത്തിന് ഒരു തരത്തിൽ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് കാരണമായത്. അത് പറയുന്നില്ല. നമ്മുടെ മന്ത്രിമാർ പറയുമ്പോൾ പറയുന്നുണ്ടോ അങ്ങനെ അന്ധവിശ്വാസം മാറ്റണമെന്ന് പറയുന്നുണ്ടോ? അവർ പറയുന്നില്ല. നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാമെന്ന് എങ്ങും തൊടാതെ എല്ലാ മതങ്ങളെയും ആക്ഷേപിക്കുന്ന രീതി പറയുകയാണ്. സാധാരണഗതിയിൽ ഈ അന്ധവിശ്വാസത്തിൻ്റെ എല്ലാം കുത്തക എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൻ്റെ മേൽ ചാർത്തപ്പെട്ടിരിക്കുക. മന്ത്രവാദം അതിന് മാത്രം ഇതൊരു തരം മന്ത്രവാദത്തിൻ്റെ ഭാഗമാണ്. എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇതേ മതസ്ഥരുടേതായിട്ടുള്ള ധാരാളം പ്രഭാഷണങ്ങൾ ഇഷ്ടംപോലെ പ്രസവിച്ചു കൊള്ളുക, ഒരു കാരണവശാലും ഒരു പ്രസവത്തിനും ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിന് ഏറ്റവും അധികം കുഴപ്പമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നടപടികൾ ഉണ്ടായിട്ടില്ല ഇതുവരെ, ഉണ്ടാവുമെന്ന് പറയുന്നു. അതുപോലെ ഇങ്ങനെ പ്രസവങ്ങൾക്ക് ഒരു അറുതിയില്ലാത്ത വിധം പ്രസവിച്ചുകൊണ്ടിരിക്കുക. പ്രായം കഴിഞ്ഞിട്ടും അവർക്ക് പ്രസവിക്കാനുള്ള മസിൽസിൻ്റെ ആരോഗ്യമില്ലാത്തപ്പോഴും പ്രസവിക്കാൻ നിർബന്ധിതരാകുന്ന സ്ത്രീകൾ, അതിനെക്കുറിച്ചൊന്നും യാതൊരു വിധമായിട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുടെയും അമ്മമാരുടെയും മരണനിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇങ്ങനെ നിർബന്ധം പിടിച്ച് പ്രസവിക്കണം എന്ന് പറയുമ്പോൾ ആ ആരോഗ്യം തകരാറാവുകയാണ്, അമ്മയുടെ മാത്രമല്ല കുട്ടിയുടെയും. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു സാമൂഹിക ചികിത്സ നമുക്ക് ആവശ്യമാണ്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോടതി കൊണ്ടുവന്നു ഒരു രാഷ്ട്രീയ ചികിത്സ കൊണ്ടുവന്നു ഇവിടെ പോപ്പുലർ അന്നത്തെ ഹർത്താലിനെതിരെ. പക്ഷേ കേരളത്തിൻ്റെ ഗവൺമെൻറ് അതിനോടൊപ്പം അതേ സ്പിരിറ്റോടുകൂടി എന്തെങ്കിലും വഴിപാട് പോലെ നടപ്പാക്കിയാൽ ശരിയാവില്ല. ഈ രൂപയ്ക്കുള്ള സ്വത്തുകൾ കണ്ടുകെട്ടി അതൊരു മാതൃകയായിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയായിട്ട് സ്വീകരിക്കാതെ ഈ ഉത്തരവിൻ്റെ സ്പിരിറ്റ് നമുക്ക് ഒരു ചികിത്സയായിട്ട്, രാഷ്ട്രീയ ചികിത്സയായിട്ട് നടപ്പാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം അവിടെ അവശേഷിക്കുന്നു.